തൃശൂർ പൂരം അവലോകന യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തൃശൂർ രാമനിലയത്തിൽ നടക്കും. ജില്ലാ കളക്ടർ മന്ത്രി കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MLA പി ബാലചന്ദ്രൻ, പോലീസ് മേധാവി ആർ ഇളങ്കോ, ദേവസ്വം ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, പ്രധാനമായും ഇന്നത്തെ അവലോകന യോഗത്തിൽ എന്തൊക്കെ വരും? തീർച്ചയായും ഈ ഒരു പൂരം നടത്തിപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമായിരിക്കും ഇന്ന് ഈ ഒരു അവലോകന യോഗത്തിൽ ചർച്ചയാവുക. കഴിഞ്ഞ പൂരത്തെ കുറിച്ച് നമുക്ക് അറിയാം, ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായ ഒരു പൂരമായിരുന്നു. അത്തരത്തിൽ ഒരു അസ്വാഭാവികമായ ഒന്നും ഉണ്ടാകാതെ വളരെ സുഗമമായി ഒരു പൂരം നടത്തിപ്പ് അത് സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു അവലോകന യോഗം ചേരുക. തവണ ഉണ്ടായ പരിമിതികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതെല്ലാം മാറ്റി ഈ പൂരപ്രേമികൾക്ക് ഇപ്രാവശ്യം വളരെ സുഗമമായി തന്നെ കൃത്യമായി തന്നെ പൂരം കണ്ട് ആസ്വദിക്കാൻ യാതൊരു തടസ്സവും കൂടാതെ പൂരം കണ്ട് ആസ്വദിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഈ ഒരു ദേവസ്വം അധികൃതരും അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു അവലോകന യോഗം ഈ രാമനിലയത്തിൽ 3 മണിയോടുകൂടി നടത്തുക എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ മന്ത്രി കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MLA പി ബാലചന്ദ്രൻ, പോലീസ് മേധാവി ആർ ഇളങ്കോ, അതുപോലെ ദേവസ്വം ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്ന് ഈ ഒരു അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രധാന സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷ, മറ്റു കാര്യങ്ങൾ, ഈ വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന ഈ ഒരു മാഗസീന്റെ ഭാഗത്ത് അവിടെ എത്രത്തോളം സുരക്ഷയുണ്ട്, എത്ര ദൂരം വരെ ആളുകൾക്ക് എത്തി നിൽക്കാം, ഈ വെടിക്കെട്ട് സമയത്ത് എത്ര ദൂരം വരെ ആളുകൾക്ക് എത്താം, റൗണ്ടിൽ എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളിക്കാം, അതുപോലെ തന്നെ റൗണ്ടിന്റെ വാഹന ഗതാഗതം, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇതെല്ലാം ഇന്ന് ഈ ഒരു അവലോകന യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് വലിയ കർശന നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. അതിന് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം സംവിധാനങ്ങൾ ഈ പൂരനഗരിയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത്. അത് മാധ്യമങ്ങൾക്കടക്കം അത്തരത്തിൽ കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ആർ ഇളങ്കോ പോലീസിന് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഈ പൂരത്തിൽ ഉണ്ടാകും. മാത്രമല്ല, കഴിഞ്ഞ തവണ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ അതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആളുകൾക്കാണെങ്കിലും മാധ്യമ പ്രവർത്തകർക്കാണെങ്കിലും സുഗമമായി സഞ്ചരിക്കാനോ പൂരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താനോ വലിയ നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം നിയന്ത്രണങ്ങളിൽ വലിയ വിമർശനം ഉയർന്നു. ഇതെല്ലാം പുനഃപരിശോധിക്കാൻ ഈ ഒരു യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രമുഖരായ എല്ലാ വ്യക്തികളും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് 3 മണിയോടുകൂടി തന്നെയാണ് ഈ അവലോകന യോഗം ഉണ്ടാവുക രാമനിലയത്തിൽ. സ്വപ്ന.